ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ പുട്ട് ഉണ്ടാക്കിയേക്കുന്നത് കണ്ട് വെറുതെ ഇഡലി പാത്രത്തിനകത്തോട്ടെല്ലാം വാരി വെച്ചതുണ്ട്. നല്ല ആവി വറക്കുന്നുണ്ട്. പിന്നെ മൊബൈൽ ഫോണും എല്ലാം കൂടെ ആവി പിടിച്ചു. അതുകൊണ്ട് പിന്നെ ഉണ്ടാക്കി വെച്ചേക്കുന്നു. അജുമോൻ ഇവിടെ ഇല്ല. അജു പിന്നെ ആശുപത്രിയിൽ പോയേക്കും. അവനൊരു ചെറിയ പനി. ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് കൊടുക്കാനും ഒക്കെ ആയിട്ട് കഴിഞ്ഞ ദിവസം ഇറങ്ങിപ്പോയപ്പോൾ ഞാൻ അജുവിനോട് പറഞ്ഞത്, അജുമോനെ നീ മഴയത്ത് ഇറങ്ങിപ്പോകരുത്. അവൻ കേൾക്കാതെ അവൻ ആ സൈക്കിളും ചവിട്ടിക്കൊണ്ട് പോയതാണ്ട്. കറി ഉണ്ടാക്കി വെച്ചേക്കുന്നു. അച്ചാച്ചൻ ഇരുന്ന് ചുമയ്ക്കുന്നു. അച്ചാച്ചൻ ഒരു പണി കൊടുത്തേക്കുക. ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് രാവിലെ എനിക്കാണെങ്കിൽ മല്ലിയൊക്കെ കഴുകിയിട്ട് എനിക്ക് വിഷമവും ദേഷ്യവും എല്ലാം തന്നെത്താനെ നിന്ന് ചെയ്യുമ്പം വരും. അജുവിനാണെങ്കിൽ വയ്യ. ഇന്നലെ രാത്രി ഒട്ടും ഉറങ്ങിയില്ല. അച്ചാച്ചൻ നാണ്ടിരുന്നു. അച്ചാച്ചൻ്റെ പിച്ചാത്തി വെച്ചിട്ട് അച്ചാച്ചൻ്റെ ഒരു പണിയാണ്. സാധാരണ അച്ചാച്ചൻ ഇത് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ പൊളിച്ചിങ്ങ് തരും. എന്നിട്ട് ഒരു പാത്രത്തിനകത്താക്കി ഞങ്ങൾ ഫ്രിഡ്ജിനകത്തോട്ട് എടുത്ത് വെക്കും. അപ്പോൾ എനിക്ക് എളുപ്പം എടുക്കാൻ. ഇപ്പം ഞാൻ പറയാം വേണ്ട അച്ചാച്ച എന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ ഞാൻ തന്നെ അങ്ങ് എടുക്കുമായിരുന്നു. കുരുകുരാന്നുള്ള ഒരു വെളുത്തുള്ളി ഈ പ്രാവശ്യം കിട്ടിയേക്കുന്നത്. പിന്നെ എന്നിട്ട് മുറ്റത്ത് മല്ലി കഴുകിയിട്ടിട്ടുണ്ട്. അജുമോൻ ഇന്നലെ മേടിച്ചുകൊണ്ട് വന്ന് ഞാൻ പ്രാർത്ഥിച്ച് നിൽക്കുമോ. നല്ല മഴക്കോളുണ്ട്. അജുവിൻ്റെ തുണിയെല്ലാം ഒന്ന് കഴുകിയിട്ട് എന്നെ കാണിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ സാലി ചേച്ചി ഇവിടെ ഇരിപ്പുണ്ട്. കണ്ടിരിക്കുന്നു. സാലി ചേച്ചി ഒരു കോഴിയെ മേടിക്കാൻ വന്നതാണ്. സുഭാഷിണിയമ്മേ നാൾക്ക് മുട്ട മേടിക്കാൻ വന്നത്. പൂവർക്കാപ്പുറത്ത് ഇതുപോലെ ഇങ്ങനെ നിൽക്കുമോ കേട്ടോ. അന്നേരം സുഭാഷിണിയമ്മ ഇതിനകത്ത് കാണിച്ചായിരുന്നു. ഇത്രയൊക്കെ ഇന്നത്തെ ഉണ്ട്. എല്ലാം കഴുകിയിട്ട് ഇതൊന്ന് ഉണങ്ങാനായിട്ട് എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കും. ഇപ്പം അച്ചാച്ചൻ്റെ പണി കഴിഞ്ഞിട്ട് താണ്ടിരിക്കുന്നു. എന്നെ ഇങ്ങനെ നോക്കുന്നിരുന്നുകൊണ്ട് കണ്ടോ. അച്ചാച്ചൻ്റെ പണിയും കഴിഞ്ഞിട്ട് താണ്ടിരിക്കുന്നു. അച്ചാച്ചൻ്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുത്തുള്ളി പൊളിച്ച് വെക്കുക എന്നുള്ള ഒരു പണി ഞാൻ ഏൽപ്പിച്ചായിരുന്നു. ഇതെല്ലാം നമ്മുടെ അച്ചാച്ചനാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറയുന്നുണ്ട്. ഇനി അച്ചാച്ചൻ കഴിക്കാനുള്ളതിരിക്കുന്നു. ഞാൻ പുട്ട് ഞാൻ വാരി വെക്കുമെന്ന് പറഞ്ഞില്ലായിരുന്നു. ഇഡലി പാത്രത്തിലോട്ട് പുട്ടുപൊടി. അപ്പോൾ അതാകുമ്പോൾ ഒറ്റയടിക്കങ്ങ് വെന്തോളും. അപ്പോൾ അതും പുട്ടും കടലക്കറി റെഡിയായി. അച്ചാച്ചൻ ഇനിയും കഴിക്കാൻ തുടങ്ങുവാന്നേ. അജു താണ്ടിരിക്കുന്നുണ്ടോ. പനി പിടിച്ചിരിക്കുക. ആശുപത്രിയിൽ പോയിട്ട് വന്നേക്കുക. പിന്നെ കഴിഞ്ഞ ദിവസമേ പിന്നെ ഇവിടുന്ന് പപ്പടവും കൊണ്ടും ഇതും കൊണ്ടും എല്ലാം പോയ സമയത്ത് ഞാൻ അജുമോനോട് പറഞ്ഞു, മക്കളെ മോനി മഴയത്ത് ഇറങ്ങിപ്പോ. അതൊന്നും കുഴപ്പമില്ല എന്നും പറഞ്ഞ് പോയപ്പോൾ കഴിഞ്ഞോട്ട് നോക്കി ആ മുഖം ഒന്ന് കാണട്ടെ. എൻ്റെ പൊന്നുമോൻ്റെ തിരുമുഖം ഒന്ന് കാണട്ടെ. ഇച്ചിരി വെള്ളം തന്നെ ഇരിപ്പൊക്കെ കണ്ടോ. തന്നെത്താനെ പോയി ആശുപത്രിയിൽ പോയി മരുന്നുമൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് എന്നിട്ട് പുട്ട് കഴിക്കുക. കുഞ്ഞ് വരാത്തതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. പിന്നെ നമ്മുടെ സാലിമാമ കോഴിയെ മേടിക്കാനായിട്ട് വന്നായിരുന്നു. പിന്നെ കോഴിയെ മേടിക്കാൻ വന്ന് കോഴിയെ മേടിച്ചുകൊണ്ട് പോയി. അപ്പം ഞാൻ പിന്നെ കോഴിയെ എല്ലാം വൃത്തിയാക്കി കൊടുത്തു. അത് മേടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അജ്മോൻ അന്നേരം ഇങ്ങോട്ട് വരുന്നത്. ഞാൻ അവിടെ ഗേറ്റിൻ്റെ അവിടെ നോക്കി നിന്നപ്പോൾ കൊണ്ട് കുഞ്ഞിങ്ങനെ വരുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങോട്ട് വന്നു. എന്നിട്ട് എൻ്റെ പൊന്നുമോനെ വന്നിരുന്നിട്ട് ഇത് കഴിക്കുക കേട്ടോ. കണ്ടോ കഴിക്കുന്നു. മോനെ എന്താ പറയാനുള്ളത് ചക്കരെ? ഇങ്ങോട്ട് നോക്കൂ. ഒന്നും വെക്കല്ലേ. എന്തോ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. അജുവിനൊന്നും പറയാനില്ല. ഏതായാലും ദൈവാനുഗ്രഹത്തിൽ നല്ല വെയിലൊക്കെ ഉണ്ട്. സമയമാണെങ്കിൽ 11:30 ആയിട്ടുണ്ട്. എനിക്കാണെങ്കിൽ വിശന്ന് ജീവൻ പോകുന്നു. ഞാൻ ഇത്രയും നേരമായിട്ട് ഒന്നും തിന്നില്ല. അജുമോൻ സാധാരണ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അജുവിനെ വിട്ട് കഴിഞ്ഞാൽ ഉടനെ ഞാനങ്ങ് കഴിക്കുന്നതാണ്. അച്ചാച്ചൻ പിന്നെ ആയിരിക്കും എണീറ്റ് വരുന്നത്. പക്ഷേ ഇന്ന് അച്ചാച്ചൻ രാവിലെ എണീറ്റ് വന്നു. അപ്പം ഞാൻ കടലക്കറി ഉണ്ടാക്കിക്കൊണ്ട് വന്നപ്പോഴത്തേന് അജുമോൻ പറഞ്ഞു, അമ്മച്ചി ഞാൻ അങ്ങ് ആശുപത്രിയിൽ പോവുക, ഞാൻ പോയിട്ട് വരട്ടെ, വന്നിട്ട് ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ കുഞ്ഞങ്ങ് പോവുകയും ചെയ്ത് ചായ കുടിച്ചിട്ട് അപ്പം അവൻ ഹോസ്പിറ്റലിൽ പോയിട്ട് പെട്ടെന്ന് അവനിങ്ങ് വരികയും ചെയ്ത് അപ്പോഴത്തേക്ക് ഞാൻ എല്ലാം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞു. അപ്പോൾ ഞാനോർത്ത് ഇന്ന് ഉണ്ടാക്കിയത് എന്തുവന്ന് ഒന്ന് പറയാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കുണ്ട് നമ്മുടെ സാലിമാമ വന്നപ്പോഴത്തേക്ക് ഞാൻ പോയി കോഴിയൊക്കെ പിടിച്ച് കൊണ്ടുവന്ന് അതിനെ എല്ലാം റെഡിയാക്കി കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ എന്നിട്ട് അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി അങ്ങിട്ട് നമുക്ക് ഇവിടെയും കൂടെ ഒരു ഇതുണ്ട്, ഞാൻ കാണിക്കാം. ഇവിടെ ആണെങ്കിൽ നമുക്ക് വെളിയിലൊരു വാഷ് ബേസിനും കൂടെ ഉണ്ട് കേട്ടോ. അപ്പം ഇവിടെ വെച്ചിട്ട് നമ്മൾ ഇതൊക്കെ കഴുകുകയും അതുപോലെ അച്ചാച്ചൻ ഇവിടെ വന്നിട്ട് മുഖം കഴുകുകയും എല്ലാം ചെയ്യും എന്നതൊക്കെ. നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് പാത്രങ്ങളൊക്കെ വേണമെങ്കിൽ കഴുകണമെങ്കിൽ ഇവിടെ. അപ്പം ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടായിരുന്നു ഇവരെ എല്ലാം ഇതിനെ വൃത്തിയാക്കുകയൊക്കെ ചെയ്തത്. അപ്പം ഞാനിവിടെ ഒന്ന് ചെറുതായിട്ട് ഓടിച്ചൊന്ന് കഴുകിയിട്ട് എനിക്ക് വിശന്നിട്ട് വയ്യ. ഇനി വന്നിട്ട് നല്ലപോലെ ഇച്ചിരി സോപ്പൊക്കെ ഇട്ട് ഒന്നുകൂടെ ഇവിടെ കഴുകിയിടണം. അല്ലെങ്കിൽ ഈ ചോരയുടെ ഒക്കെ ഒരു സ്മെല്ല് കാണും. അതുകൊണ്ട്
ചേച്ചൻ കയറി പോകുന്നു അങ്ങോട്ട്. പിന്നെ അജ്മോൻ്റെ തുണിയെല്ലാം കഴുകി ഇട്ടേക്കുക. ഇന്നലെ വൈകിട്ട് ഞാൻ കഴുകിയിട്ട്, അതുകൊണ്ട് ഇന്നെല്ലാം തോന്നു കിടക്കുക. അപ്പം ഇപ്പോൾ ഒരുവിധം എല്ലാം ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം അവിടെ കിടന്നങ്ങ് ഉണങ്ങുകയും ചെയ്യും. ഒരു ബെഡ്ഷീറ്റ് കഴുകിയിടാനുണ്ടായിരുന്നു, അതും ഒന്ന് എല്ലാം കഴുകിയിട്ട്. അപ്പോൾ അതെല്ലാം ഒരുവിധം ഉണങ്ങാറായി. ഞാനാണെങ്കിൽ പെരയിലോട്ട് കയറണോ അതോ മുറ്റത്ത് നിൽക്കണോ എന്നുള്ള ഒരു കൺഫ്യൂഷനില്ല. ഈ പിന്നെ മല്ലി ഇങ്ങനെ ഇട്ടേക്കുന്നതുകൊണ്ട് അജ്മോൻ ഇന്നലെ വൈകിട്ട് മേടിച്ചുകൊണ്ട് വന്നതായി മല്ലി. പിന്നെ കഴുകി എല്ലാം ഇട്ടേക്കുക, കഴുകി ഉണക്കിയെടുക്കണം. എല്ലാം കഴുകി ഇങ്ങനെ ഇട്ടേക്കുക. രാവിലത്തെ മിറ്റം തൂപ്പെല്ലാം പിന്നെ കഴിഞ്ഞിട്ടായിരുന്നു ഞാൻ പിന്നെ ബാക്കിയൊക്കെ ചെയ്തത്. പിന്നെ കടല അങ്ങ് അടപ്പയിലോട്ട് വെച്ചിട്ട് മുറ്റത്തോട്ട് വന്ന് മുറ്റമെല്ലാം അങ്ങ് തൂത്തിട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ പണി അങ്ങ് കഴിഞ്ഞ് അന്നേരം തന്നെ മല്ലി അങ്ങ് കഴുകി വെയിലത്തോട്ട് വെച്ച്. പിന്നെ എനിക്കങ്ങ് വെപ്രാളമായി പോയി കേട്ടോ. മല്ലി കഴുകി വെച്ച് കഴിഞ്ഞപ്പോൾ നല്ല പൊന്നുപോലത്തെ വെയിലാണ്. നോക്കിക്കേ, ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. ഞാനാണെങ്കിൽ എനിക്ക് പെരേ നിൽക്കണോ മുറ്റത്ത് നിൽക്കണോ എന്നറിയാതെ അന്നേരമാണ് പിന്നെ ആണെങ്കിൽ സാലിമാമ വന്നത്. പിന്നെ അന്നേരം ഞാൻ പറഞ്ഞു, ദൈവമേ എൻ്റെ മല്ലി നനഞ്ഞു കഴിഞ്ഞാലോ. പിന്നെ നനഞ്ഞതാ, അത് ഇങ്ങനെ തോന്നു വരുന്നതേ ഉള്ളൂ. നനഞ്ഞു കഴിഞ്ഞാൽ എന്തോ ചെയ്യും ഞാൻ, പിന്നെ എങ്ങനെ. അന്നേരം എന്നോട് പറഞ്ഞു, ലേഖ ഇതങ്ങ് വൃത്തിയാക്കിക്കോ, ഞാനും കൂടെ കൂടാൻ വൃത്തിയാക്കാനെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു വേണ്ട, ഞാനങ്ങ് വൃത്തിയാക്കാം. എന്നാൽ പിന്നെ സാലിമാമ കൂടെ ഒന്ന് നിന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ആണെങ്കിൽ ഞാനതെല്ലാം വൃത്തിയാക്കി. അന്നേരം പറഞ്ഞു, പിന്നെ ഇതുപോലെ ഇത് തറയിലെങ്ങാനും പിന്നെ മഴ പെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മല്ലി എടുത്തങ്ങ് മാറ്റിയേക്കാമെന്ന് പറഞ്ഞു. ഇപ്പോൾ നല്ല സൂപ്പർ വെയിലാണ് കേട്ടോ, നല്ല സൂപ്പർ വെയിലാണ്. ദൈവമേ, ഇതുപോലെ ഇച്ചിരി നേരം ഒന്ന് വെയിൽ ഉറച്ചായിരുന്നെങ്കിൽ നമുക്ക് നല്ലതായിരുന്നു. നമ്മുടെ ഇത് കണ്ടോ, ഓണത്തുമ്പി പറക്കുന്ന പറക്ക കണ്ടോ. നമ്മുടെ കൊച്ചുനാളി നമ്മൾ എന്തുമാത്രം ഓണത്തുമ്പി ഇതുപോലെ ഇല്ലയോ, എന്തുമാത്രം ഓണത്തുമ്പി നമ്മൾ അതുങ്ങളുടെ പുറകെ കിടന്ന് ഓടും. എന്തോ രസമാണ് ഓണം ആകുമ്പോഴത്തേനും ഓണത്തുമ്പിയുടെ ഓട്ടവും ചാട്ടവും. ഞാൻ എനിക്ക് വിശന്ന് ജീവൻ പോകുന്നു, എനിക്ക് എന്തെങ്കിലും ഒന്ന് തിന്നണം. പിന്നെ അതെങ്കിൽ ഈ ഓണത്തുമ്പികളെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തുവാ തോന്നുന്നതെന്ന് വെച്ചാൽ പറയണം കേട്ടോ. എൻ്റെ ദൈവമേ, കൊച്ചുനാളിലാണെങ്കിൽ ഇതുപോലെ ഈ പിന്നെ ഓണസമയം ആകുമ്പോഴത്തേന് അത്രയും നാളും ഇങ്ങനെ മഴയൊക്കെ ആയിരിക്കും. ഓണസമയം ആകുമ്പോഴത്തേന് നമ്മുടെ പിന്നെ മുറ്റത്തെല്ലാം ഇഷ്ടംപോലെ പൂക്കളും എല്ലാം ഓണത്തുമ്പി കിടന്ന് പറന്ന് കളിക്കും. ഒരു 2 എണ്ണം കേട്ടോ. അപ്പം ഒരുപാട് ഓണത്തുമ്പി എല്ലാം കൂടി ഇങ്ങനെ വരത്തില്ലയോ. എന്നിട്ട് നമ്മൾ അതിൻ്റെ കൂടെ എന്തോ രസമാണ്. അതോ 100 കൂടുതലെല്ലാം ഓണത്തുമ്പികൾ കാണും. ഇത്രയും 1, 2 ഒന്നുമല്ല, ഒരുപാട് ഓണത്തുമ്പി. അങ്ങനെ നല്ല രസമായിരുന്നു അന്നത്തെ കാലത്ത്. നിങ്ങളുടെ ഓണത്തിൻ്റെ അനുഭവങ്ങളൊക്കെ പറയണം കേട്ടോ. അതിന് ഒരാഴ്ച മുമ്പ് മുതലേ അന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ ഓടി നടന്ന് തൂക്കുവും വാരുവും നമ്മുടെ അയ്യവെല്ലാം തൂത്ത് വാരിയിട്ട് പിന്നെ എല്ലാം ചുട്ട് ഒരു പൊടിയോ ഒന്നും കാണത്തില്ല, ഒരു പോച്ചയൊന്നും കാണത്തില്ല. നമ്മൾ പുല്ലിന് പോച്ചയെന്നാണ് പറയുന്നത്. മൊത്തം ഞുള്ളിപ്പറിച്ച് എന്തോ ആ വെയിലും അതെല്ലാം പറിച്ച് കഴിയുമ്പോഴത്തേനുള്ള നമ്മുടെ മുറ്റത്തെ നമ്മുടെ പിന്നെ റോഡായാലും മുറ്റമായാലും എല്ലാം നമ്മൾ അങ്ങ് വൃത്തിയാക്കി ഇടുമ്പോൾ എന്തോ ഒരു ഐശ്വര്യമാണ് കാണാൻ. ഇപ്പം എനിക്കറിയത്തില്ല, എന്നെയും കൊണ്ട് ഇതൊന്നും ആവത്തില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹവും എല്ലാം ചെയ്യണമെന്നുള്ളത്. മുറ്റമൊക്കെ എങ്ങനെയും ഒന്ന് എന്തെങ്കിലും ചെയ്തിടും. സത്യം പറഞ്ഞാൽ ഇന്ന് ഇത്രയും നേരമായിട്ടും അരി അടപ്പയിലിട്ടിട്ടില്ല. ഇന്നലത്തെ ചോറ് ഇരിപ്പുണ്ട്, അത് തിളപ്പിച്ചൂറ്റണമെന്ന് ഞാൻ വിചാരിക്കുക. വേണ്ട, ഗുളിക തിന്നപ്പോഴത്തേന് വേണ്ട. ഗുളികയെക്കുറിച്ച് പറ എന്തുവാ പറഞ്ഞേ? ഗുളിക ഒരു കുഴപ്പമില്ലെന്ന്. ഗുളിക അങ്ങോട്ട് തിന്ന് കഴിഞ്ഞപ്പോഴത്തേന് തൊണ്ടവേദന മാറിയെന്ന്. ആൻറ്റിയെ തുറന്നു വിട്ടിട്ടില്ല, മറ്റേ കിളികളാണ്. തുറന്ന് അപ്പോഴേ അജു പറഞ്ഞു, ഉമ്മ തരുക ഭയങ്കര ഉമ്മ തരുക. നല്ല പനിയാണെന്നൊന്നും അറിയത്തില്ല. ഈ പനി തുടങ്ങുമ്പോൾ അജുവിൻ്റെ ഒരു പണി എന്തുവാണെന്നറിയാവോ? അജു ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ അജു പിന്നെ വന്നിട്ട് എന്നെ അങ്ങ് കെട്ടിപ്പിടിച്ച് എനിക്കൊരു 1000 ഉമ്മയും തന്ന് ഉമ്മയങ്ങ് തരുമോ. ഞാൻ പറയാം, അക്കളേ ഇന്നലെ എനിക്കങ്ങ് ഛർദ്ദിക്കാൻ വരികയൊക്കെ ആയിരുന്നു. എന്നിട്ട് ഞാനൊരു ഗുളികയെല്ലാം തിന്നിട്ട് ഞാൻ കയറി കിടന്ന്. പിന്നെ 8 നോയമ്പിൻ്റെ ഇതായതുകൊണ്ട് നമുക്ക് കൂടലിൽ നിന്ന് പിന്നെ വയലിറക്കത്തെ അച്ചായനാണെങ്കിൽ അജുമോന് പിന്നെ ഉണ്ണിയപ്പം കൊടുത്തു വിട്ടായിരുന്നു. കുഞ്ഞു കൊണ്ടുവന്നിട്ട് എനിക്കും അച്ചാച്ചനും ഉണ്ണിയപ്പം തന്ന്. ഞങ്ങൾ അതും കഴിച്ചു, ഒരു ചായ ഇട്ട് കുടിച്ച് രാത്രി കേട്ടോ. നല്ലതായിരുന്നു കേട്ടോ. അതും ദൈവത്തിനോട് എനിക്ക് അത്രയും നേരം എനിക്കങ്ങ് ഭയങ്കരമായിട്ട് എനിക്ക് ഛർദ്ദിക്കാനൊക്കെ വരുന്ന പോലെ അങ്ങ് തോന്നുമായിരുന്നു. ഈ പനി അജുമോനുള്ളത് കൊണ്ട് എനിക്ക് അതിൻ്റെ ഒരിത്. പിന്നെ അപ്പം ഞാൻ സന്ധ്യയ്ക്ക് കുളിയും കഴിഞ്ഞിട്ട് വന്ന് ഞാനൊരു ഗുളിക എടുത്തങ്ങ് തിന്നായിരുന്നു. അജുമോൻ പിന്നെ ഉണ്ണിയപ്പം കൊണ്ടുവന്ന് തന്നു. അത് തിന്നു കഴിഞ്ഞിട്ട് അത് പിന്നെ നേർച്ചയുടെ ഉണ്ണിയപ്പമാണ് കേട്ടോ. ആ ഒരു ഉണ്ണിയപ്പവും തിന്ന് ഒരു ചായയും കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ പിന്നെ
എന്തോ പറയുന്നേ ആ ഒരു ഒരു ഛർദ്ദിക്കാൻ വരവ് എവിടെ പോയെന്നറിയത്തില്ല. ദൈവത്തിൻ്റെ ഒരു ഇതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര വിശ്വാസമാണ് ദൈവത്തിൻ്റെ ഒരു ഇത്. എനിക്ക് അപ്പം തന്നെ എൻ്റെ ആ അസ്വസ്ഥതയെല്ലാം അങ്ങ് മാറി. നമ്മുടെ അജിമോൻ്റെ പ്രാർത്ഥനയാണ്. അജിമോനോട് ഞാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മക്കളെ ഇതൊന്ന് ഉണങ്ങി കിട്ടാനായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പോയി ഇനി എന്തെങ്കിലും ഒന്ന് തിന്നട്ടെ, എനിക്ക് ഇച്ചിരി തിന്നണം. അപ്പം എല്ലാവരും പറയും എന്നോട്, അനിലമോളും സന്ധ്യമോളൊക്കെ പറയും അനിലമോളാന്ന് തോന്നുന്നു സന്ധ്യമോളാന്നോ രണ്ടുപേരിൽ ആരോ ഒരാൾ എന്നോട് പറയാറുണ്ട് തിന്നണം തിന്നണമെന്ന് പറയരുത്, കഴിക്കണമെന്ന് പറയണമെന്ന്. ഓക്കെ, ഞാൻ എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് വരട്ടെ ചക്കരകളെ. താങ്ക് യു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചുമന്ന ഈ ഓരോ തുമ്പിയൊക്കെ ഓരോ പേര് പറയുമെന്ന് പറയത്തില്ലയോ. ആ ചുമന്ന വാലുള്ള തുമ്പിക്ക് അജിമോന് പഠിക്കാനുണ്ടായിരുന്നു. കമൻറ്റ് ചെയ്യണം കേട്ടോ, ഇവർക്ക് എന്തുവാ പേര് പറയുന്നതെന്ന്. ചുമന്ന വാലുള്ള തുമ്പി ഇവിടെ കിടന്ന് പറക്കുമോ, ഞാൻ അവിടെ പുറകെ നടക്കും. പക്ഷെ അവൾ എന്നെ കാണുമ്പോഴത്തേന് ഓടി രക്ഷപ്പെടുക. നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അതിനൊരു പേരുണ്ട്. ഇവർക്ക് എല്ലാ തുമ്പിയുടെ പേര് പഠിക്കാനുണ്ടായിരുന്നല്ലോ കൊച്ചുനാളിലെ. അത് പേര് ഞാൻ മറന്നുപോയി. അജുവിനോട് ചോദിക്കാമെങ്കിൽ അജുവിന് ഓർമ്മ കാണും. അപ്പോൾ താങ്ക് യു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.